നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നീ സ്വയം മാറി എൻ്റെ അടുത്തേക്ക് വരുന്നതിനെ കുറിച്ച്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനതെല്ലാം എന്നെ മറന്നു കഴിഞ്ഞതാണ്. നിനക്ക് മാപ്പും തന്നു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ നീ ഇപ്പോഴും എൻ്റെ ഒപ്പം ഉള്ളത്. വൈകിയാണെങ്കിലും നിന്റെ ഈ തിരിച്ചറിവ് ഒരു ഭർത്താവെന്ന നിലയിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇനി മുതൽ നീ പറഞ്ഞതുപോലെ പുതിയൊരു ജീവിതം തുടങ്ങണം നമുക്ക്. നീ ഞാനും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും. ഇങ്ങനൊരു ഭർത്താവിനെ തന്നെയാണോ നീ ആഗ്രഹിച്ചതെന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവന്തിക. എനിക്കറിയാതെ പലപ്പോഴും എനിക്കത് മനസ്സിലായിട്ടുമുണ്ട്. നന്ദേട്ടന് ഒരു സംശയവും വേണ്ട. ഇങ്ങനൊരു ഭർത്താവിനെ തന്നെയാ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഇങ്ങനെയൊക്കെ ആവാനും ഇങ്ങനെയൊക്കെ പറയാനും ഞാനിപ്പോ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആള് അവന്തിക അല്ലാതാവണം. നീ ഉദ്ദേശിക്കുന്ന ഭർത്താവാകാൻ 7 ജന്മങ്ങൾ കാത്തിരുന്നാലും നിനക്ക് ഈ നന്ദന കിട്ടത്തില്ല. നീ എന്ത് കരുതി? ഒരു സാരിയും ചുറ്റി മുല്ലപ്പൂവും കൈ പിടിച്ച് നിന്റെ കുറെ ഡയലോഗ് കേട്ട മയങ്ങി വീഴുന്നവനാണ് ഞാനെന്നോ? എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണെന്നൊക്കെ നിനക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടെന്നോ? എപ്പോഴാണ് നിനക്ക് അങ്ങനെ തോന്നിയത്? ഈ മുറി വെച്ച് ഞാൻ നിന്റെ കരണം അടിച്ചു പുകച്ചപ്പോഴോ? അതോ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴോ? നീ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാനും മിണ്ടാതെ നിന്നത്. നേരിൽ നീ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് എന്റെ മുന്നിലേക്ക് വരരുത്. നന്ദേട്ടന് ആഗ്രഹമില്ലേ നല്ലൊരു കുടുംബജീവിതം വേണമെന്ന്? ഉണ്ട്. നല്ലൊരു കുടുംബം വേണമെന്നും കുഞ്ഞുങ്ങൾ വേണമെന്നും ഏതൊരാണോ ആഗ്രഹിക്കുന്ന പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഭാര്യ നീ ആയിരിക്കരുതെന്ന് മാത്രം. ഒരു തവണ അനുഭവിച്ച് ചീട്ട് കീറിയവനാ ഞാൻ. ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം. സന്ധ്യ എന്നോട് എന്താ പറഞ്ഞതെന്നും എന്തിനാണ് ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നതെന്നും നിനക്കറിയണം. അതിനുവേണ്ടി കെട്ടിയ പ്രച്ഛന്ന വേഷമല്ലേ ഇത്? എന്നാ അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടേ ഇതൊക്കെ മാറ്റിവെച്ച് മര്യാദയ്ക്ക് അവിടെ ഞാൻ പോയി കിടന്നുറങ്ങാന്നു പോ. മജ്ജയും മാംസമുള്ള ഒരുത്തി രാത്രി ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ കാര്യം സാധിക്കാൻ ഇനി ഇമാതിരി വേഷം കെട്ടായിട്ട് വന്നാലേ ഈ മാംസത്തിൽ ഞാൻ പച്ചിരിപ്പ് കയറ്റും കേട്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. പൂവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ഭാര്യയും ഭർത്താവും കളിക്കാൻ. നന്ദേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ആണോ? ഞാൻ ഇത്രയും തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് നീ ഇനി ഇപ്പൊ എവിടെ കിടക്കണ്ട കേട്ടാ. നിനക്ക് പറ്റിയ സ്ഥലം ദേ അതാണ്. സ്വഭാവത്തിനും കിടക്കുന്ന സ്ഥലത്തിനും ഒരേ പേര് കിട്ടുക എന്നുള്ളത് അതൊരു മഹാഭാഗ്യമാണ്. ചെല്ലേ അവിടെ പോയി കിട പോ. പൂവും കൊണ്ട് നടക്കുന്നു അവളുടെ ഒരു പൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.